ഹായ് ഡാർലിങ്സ്, ഇതെൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണ്. മുണ്ടക്കയത്ത് ഇപ്പോൾ ഫെസ്റ്റ് തുടങ്ങിയേക്കാണ്. അപ്പോൾ ഞങ്ങളെല്ലാ കൊളീഗ്സ് എല്ലാം കൂടി ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തതായിരുന്നു ഫെസ്റ്റിന് പോകണം എന്നുള്ളത്. 2 ദിവസമായിട്ട് പ്ലാനിങ് എല്ലാം നടന്നെങ്കിലും ഇന്നാണത് സാധിച്ചത്. ഇവർ കൊളീഗ്സ് എന്ന് പറഞ്ഞേക്കാളും ഇവർ എൻ്റെ മോർ ദാൻ ഫ്രണ്ട്സാണ്. ഞങ്ങളൊരു ഫാമിലി പോലെയാണ്. എവിടെ പോയാലും ഞങ്ങൾ ഒരു കൂട്ടായിട്ട് തന്നെ പോകുന്നത്. ജസ്റ്റ് ഇപ്പോൾ കടയിൽ പോയാലും എന്തിനായാലും നമ്മളൊരു കൂട്ടായിട്ടാണ് പോവാറ്. എനിക്ക് ഈ മുണ്ടക്കയം ഫസ്റ്റിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ജയന്റ് വീലാണ്. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ജയന്റ് വീലിൽ കയറാണ്. അതുപോലെ തന്നെ നമ്മൾ ജയന്റ് വീലിൽ കയറി. ഇപ്പം എൻ്റെ കൂട്ടത്തിലിരിക്കുന്നത് എൻ്റെ ജൂനിയർ ബ്ലെസ്സിയാണ്. ജൂനിയറിനുപരി എൻ്റെ റൂംമേറ്റ് കൂടിയാണ് ബ്ലെസ്സി ആദ്യമായിട്ടാണ് ജയന്റ് വീലിൽ കയറുന്നത്. അതിൻ്റെ നല്ല ടെൻഷനും കാര്യങ്ങളും ആളുടെ മുഖത്തുണ്ട്. ജയന്റ് വീലൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അവളുടെ മുഖം അങ്ങ് മാറി അയ്യോ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മോട്ടിവേഷൻ വാരി വിതറുന്നുണ്ടായിരുന്നു. അത് ഏറ്റില്ലെന്ന് അറിയില്ല, എന്തായാലും അവൾ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഞാനും ആ റൈഡ് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്തായാലും എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇനി ഞങ്ങൾ പോയത് ഫുഡ് സ്റ്റാളിൻ്റെ അടുത്തേക്കാണ്. ഫുഡ് മുഖ്യമാണല്ലോ. ഞങ്ങൾ എന്നിട്ട് പാനിപ്പൂരിയും ഗോബി മഞ്ചൂരിയൻ എല്ലാം വാങ്ങിക്കഴിച്ചു. ഫുഡ് കിട്ടിയപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഞങ്ങളെല്ലാം പെട്ടെന്ന് കഴിച്ചു. പിന്നെ അടുത്തതായി നമ്മൾ പോയത് വഞ്ചിയിലാണ്. ജയന്റ് വീലിൽ എല്ലാവരും കയറാത്തതുകൊണ്ട് വഞ്ചിയിൽ എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ടിക്കറ്റ് എല്ലാം എടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇങ്ങനത്തെ ഫെസ്റ്റിവലുകളൊക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മളുടെ മൈൻഡെല്ലാം റീഫ്രഷ് ആവും. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആകുമ്പോൾ അത് വലിയൊരു ക്വാളിറ്റി ടൈം ആയിരിക്കും നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ റൂംമേറ്റ് ഉണ്ട്. ആൾ ചില്ലറക്കാരൊന്നുമല്ല, ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. വഞ്ചിയുടെ അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ഐശ്വര്യ ചേച്ചി, സിൽവി ചേച്ചി, ശ്രുതി, അഷിക അവരെല്ലാവരും കിളി പോയ പോലെയാണ് ഇരിക്കുന്നത്. അവരെന്തായാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. നല്ല ശബ്ദത്തിലായിരുന്നു അവർ കൂകിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും എൻജോയ് ചെയ്തൊരു റിവ്യൂ ചോദിക്കണ്ടേ? ഞാൻ ചോദിച്ചു അഷിക. ഇംഗ്ലീഷിൽ ചോദിച്ചുകൊണ്ടായിരിക്കാം ആൾ ഇംഗ്ലീഷിലാണ് മറുപടി പറഞ്ഞത്. ഞങ്ങൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എല്ലാവരും ഓരോ കോൺ ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. എല്ലാവരും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ് വാങ്ങിച്ചത്. നമ്മൾ പറയില്ലേ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഓരോ മൊമെൻറ്റ്സ് നമുക്ക് അത്രയും പ്രിയപ്പെട്ടതായിരിക്കും. ഈ കൊല്ലത്തെ മുണ്ടക്കയം ഫെസ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.